ഓഫർ കൊള്ളാലോ, രജിസ്റ്റർ ചെയ്യാം. സർ, ഞങ്ങളുടെ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തതിന് നന്ദി. താങ്കളുടെ CV ഞങ്ങൾ കണ്ടു. താങ്കൾ വർക്ക് ഫ്രം ഹോമിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് വേണം. കമ്പനി പോളിസി പ്രകാരം താങ്കൾ ചില ഫോംസ് പൂരിപ്പിക്കണം, ചില ഡോക്യുമെന്റ് സൈൻ ചെയ്യണം. ഞാൻ ഫോംസ് പൂരിപ്പിച്ച് പാൻ കാർഡ് ഡീറ്റെയിൽസും അഡ്രസ് പ്രൂഫും അയക്കാം. താങ്കൾക്ക് നാളെ മുതൽ ജോലി തുടങ്ങാം. താങ്കളുടെ workfromhome.com പോർട്ടലിലേക്ക് അയക്കണം. ഇതാണ് താങ്കളുടെ ഐഡിയും പാസ്വേഡും. താങ്കൾ 10,000 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും അടയ്ക്കണം. താങ്കൾ താങ്കളുടെ ജോലി ശരിയായി നിർവഹിക്കുന്നില്ല. പല ജോലികളിലും ഒരുപാട് തെറ്റുകളുണ്ട്. ഇത് സ്വീകാര്യമല്ല. താങ്കളുമായുള്ള കരാർ പ്രകാരം 1,00,000 രൂപയ്ക്കുള്ള ബിൽ താങ്കൾ അടയ്ക്കേണ്ടതാണ്. എന്ത്? 1,00,000 രൂപ നഷ്ടപരിഹാരമോ? രാജു സർ, നഷ്ടപരിഹാരം പേ ചെയ്യൂ, അല്ലെങ്കിൽ കോടതിയിൽ കാണാം. അയ്യോ വേണ്ട. മിസ്റ്റർ രാജു, നിങ്ങളുടെ പേരിൽ ചീറ്റിംഗിന് കേസെടുക്കാം. അയ്യോ, ഞാൻ ചതിക്കപ്പെട്ടു. ഞാൻ ആ കോൺട്രാക്ട് വായിച്ചില്ല. ഓൺലൈനിലുള്ള അറിയാത്തവരെ വിശ്വസിച്ചു. അറിഞ്ഞിരിക്കണം, വ്യാജ ജോബ് സൈറ്റുകളെ സൂക്ഷിക്കുക. ചെയ്യേണ്ടവ: അപരിചിതരിൽ നിന്നും ഗൂഗിൾ ഫോംസിൽ നിന്നുമുള്ള ചെറിയ URLസും വിവരശേഖരണവും ഒഴിവാക്കൂ. ഇമെയിലുകൾ, SMS, പോർട്ടലുകൾ ഇവയിലെ അക്ഷരത്തെറ്റുകളും മോശം ഗ്രാമറും ശ്രദ്ധിക്കുക. വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുന്ന ലിങ്കുകൾ, ഫോംസ് ഇവയോട് ജാഗ്രത പാലിക്കുക. ഇമെയിലുകളുടെ ഹെഡർ പരിശോധിച്ച് വാഗ്ദാനത്തിന്റെയും സ്ഥാപനത്തിന്റെയും ആധികാരികത ഉറപ്പാക്കൂ. ഈ സംഭവം അടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും cybercrime.gov.in നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും അറിയിക്കൂ. ചെയ്യരുതാത്തവ: ആധാർ, പാൻ കാർഡ് ഉൾപ്പെടെ സങ്കീർണവും വ്യക്തിപരവും ആധികാരികവുമായ വിവരങ്ങൾ ഇമെയിൽ വഴി അജ്ഞാതർക്ക് അയക്കരുത്. ഒരു വക്കീലിനെ കാണിക്കാതെ ഒരു ഓൺലൈൻ എഗ്രിമെന്റിൽ ഒപ്പുവെക്കരുത്. ജോലി ലഭിക്കാൻ പണം നൽകരുത്. നല്ല സ്ഥാപനങ്ങൾ ഡിപ്പോസിറ്റ് ആവശ്യപ്പെടാറില്ല.